നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കായിക പരിശീലകർക്കായി അന്താരാഷ്ട്ര സിമ്പോസിയം സംഘടിപ്പിച്ച് സായി. സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് എന്ന വിഷയത്തിൽ നടന്നത് 4 ദിവസത്തെ സിമ്പോസിയം. സംസ്ഥാന സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് സമാപനം. ജേതാക്കളായി തിരുവനന്തപുരവും ആലപ്പുഴയും. അമ്പെയ്ത്തിൽ കിരീടം ചൂടി വയനാട്. സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിലെ നേട്ടം 13 പോയിന്റോടെ. വാർത്തകൾ വിശദമായി. കായിക പരിശീലകർക്കായുള്ള സായിയുടെ അന്താരാഷ്ട്ര സിമ്പോസിയം തിരുവനന്തപുരത്ത് നടന്നു. 2047 ഭാരതം വികസിതമാകുമ്പോൾ കായിക രംഗത്തും ആ നേട്ടം സാധ്യമാകണമെന്ന് കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക സിമ്പോസിയത്തിന് സമാപനം. കായിക പരിശീലന രംഗത്തെ അത്യാധുനിക ശാസ്ത്രീയ രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് 2026 എന്ന വിഷയത്തിലായിരുന്നു 4 ദിവസത്തെ സിമ്പോസിയം. ഫെബ്രുവരി 26-ന് തിരുവനന്തപുരം ഓബൈ താമര ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. 2047 വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ കായിക രംഗത്തും ആ നേട്ടം സാധ്യമാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അത്ലറ്റിക്സിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനതയുള്ള രാജ്യം എന്ന നിലയിൽ കായിക രംഗത്ത് ഇന്ത്യക്ക് മുന്നേറാനാകും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കായിക മേഖലയിൽ രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിരോധ രംഗങ്ങളിലും സ്റ്റാർട്ടപ്പ് മേഖലയിലും രാജ്യത്തുണ്ടായ പുരോഗതി കായിക രംഗത്തും സാധ്യമാകണം. സവിശേഷമായ പരിശീലനം ഇതിനാവശ്യമാണെന്നും ഇത്തരം അന്താരാഷ്ട്ര സിമ്പോസിയങ്ങൾ അതിന് സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. This international symposium on sports specific strength and conditioning in sprints and jumps. It's a highly focused program. And why are we conducting such a focused program? Generally, we used to have some strengthening program for the entire sports, and you make sportsmen aware of all these things so that they are strengthened, they are made enabled. But this is a highly focused, specific program on sprints and jumps and strength and conditioning. In fact, we are living in a world where specialization is very important. I'm taking from my profession. I'm a radiologist, and I have undergone medical curriculum, general MBBS, but then I had to work on radiology. So I again underwent training for 3 years so that I became a radiologist. Now I want to again focus on interventional radiology. Again I will have to train 3 years. So this focusing on specialization is the thing of the present generation. That is what we are doing. ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് നമ്മുടെ യുവ കായിക താരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളർത്തുന്നതിൽ പരിശീലകർക്ക് നിർണായക പങ്കാണുള്ളതെന്ന് ചടങ്ങിൽ ആശംസ അർപ്പിച്ച ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷ് പറഞ്ഞു. കായിക രംഗം അനുദിനം മാറുന്നതനുസരിച്ച് ഈ മേഖലയിലെ പുത്തൻ അറിവുകളും സാങ്കേതിക ജ്ഞാനവും പരിശീലകർ സ്വായത്തമാക്കണം. ഭാവി കായിക താരങ്ങളോടും രാജ്യത്തിന്റെ കായിക രംഗത്തോടും പരിശീലകർക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. As I ended my career last year, I jumped into coaching, and I knew that most of the times I try to copy paste all what I learned from my last 20 years of career. But it's really important that we need to update our knowledge. That's the important part, because every day the sports is changing, the sports is developing, and the training methods are changing a lot. And we coaches intend to learn it, and we need to try it, because the coaches are here. Not everyone is training with the international athlete or not the elite level. Most of them are working within the schools or universities or in the club level or academics level. It's really important for us to enhance our knowledge, apply it, and develop the players from the grassroots level. We need to teach them the scientific method, and we need to teach them the right basics so that their pathway towards their excellence should not interrupt anywhere between to their career life. LMCPE
പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് ദത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ശ്യാം സുന്ദർ ദത്ത്, കേരള ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ SN രഘുചന്ദ്രൻ നായർ, PEF സെക്രട്ടറി ജനറൽ ഡോക്ടർ പീയൂഷ് ജെയിൻ, NSNIS ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വിനീത് കുമാർ, ക്വാളിയർ LNIPE വൈസ് ചാൻസലർ പ്രൊഫസർ കൽപ്പന ശർമ്മ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ഇന്റർനാഷണൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ പ്രൊഫസർ കാർലോ എ ബുസിച്ചെല്ലി ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. Welcome everybody. Thank you for having me for the second time in Trivandrum in 14 years. Last time was 2012. If we have a third time, please before 14 years because I'm not getting any younger. So I'm here proud, honored and thankful. I'm proud of the athletes that are joining us today. They are making me part of their journey to master their own event. My coach at the University of Texas says that any athlete should be a master in his own event. So I'm honored to be part of your journey toward this mastery. കായിക താരങ്ങളുടെ കരുത്തും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പുത്തൻ രീതികൾ ഉൾപ്പെടെ പരിശീലകർക്ക് സിംബോസിയത്തിലൂടെ പരിചയപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ വിദഗ്ധരും ദേശീയ തലത്തിലെ പ്രമുഖ പരിശീലകരും പരിപാടിയിൽ പങ്കെടുത്തു. സ്പ്രിൻസ് ജെംസ് ഇനങ്ങളിൽ ശ്രദ്ധ നൽകി നടത്തിയ സിംബോസിയത്തിന്റെ സമാപനം മാർച്ച് 1 വൈകിട്ട് LNCPയിൽ നടന്നു. സിംബോസിയത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി സഞ്ജീവ് S പാട്ടീലിന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് സമാപന ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് 4 ദിവസത്തെ സമഗ്ര സിംബോസിയം റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ VV രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു. ശക്തവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവജന സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയുടെ കായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ശാസ്ത്രീയ പരിശീലന സംവിധാനങ്ങളുടെ ആവശ്യകത മേയർ എടുത്തു പറഞ്ഞു. സിംബോസിയത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടകരെയും പങ്കെടുത്തവരെയും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ അഭിനന്ദിക്കുകയും അത്ലറ്റിക്സിൽ ശാസ്ത്രീയ ശക്തിയും കണ്ടീഷനിംഗ് രീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംരംഭത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ G കിഷോർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. വരാനിരിക്കുന്ന ഒളിമ്പിക് മത്സരങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാവിയിലെ ആഗോള മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് തുടർച്ചയായ ശാസ്ത്രീയ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകതയും അദ്ദേഹം അടിവരയിട്ടു. സായി LNCPയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CS സദാനന്ദൻ പരിപാടിയിൽ നന്ദി പറഞ്ഞു. 11ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കപ്പടിച്ച് തിരുവനന്തപുരവും ആലപ്പുഴയും. ആൺകുട്ടികളുടെ മത്സരം തിരുവനന്തപുരത്തും പെൺകുട്ടികളുടെ മത്സരം കണ്ണൂരിലുമാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം GV രാജ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കേരള ഹോക്കി സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ ആലപ്പുഴയെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാന ജില്ലയുടെ നേട്ടം. കണ്ണൂർ ജില്ല 3ാം സ്ഥാനത്തും തൃശൂർ ജില്ല 4ാം സ്ഥാനത്തും എത്തി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന പരിപാടിയിൽ വിജയികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും കേരള ഹോക്കി പ്രസിഡന്റുമായ V സുനിൽകുമാർ സമ്മാനദാനം നൽകി. പരിശീലകരായ ശശികുമാർ, ജയകുമാർ, തിരുവനന്തപുരം ജില്ലാ ഹോക്കി സെക്രട്ടറി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ജോൺസൺ മാഷ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോക്സോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ല ചാമ്പ്യന്മാരായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ 2-നെതിരെ 6 ഗോളുകൾക്ക് മലപ്പുറം ജില്ലയെ പരാജയപ്പെടുത്തിയാണ് ആലപ്പുഴ വിജയകിരീടം ചൂടിയത്. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാനും കോളേജ് പ്രിൻസിപ്പലുമായ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞു. കേരള ഹോക്കി ജനറൽ സെക്രട്ടറി CT സോജി മുഖ്യ അതിഥിയായി. കോളേജ് മാനേജർ ഫാദർ ജോയി ഉള്ളാട്ടിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ റോയി ഐസക്, കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പന്നേരി, സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകൻ ദാമോദരൻ മാസ്റ്റർ, ഹോക്കി കേരള ട്രഷററും മുൻ അന്തർദേശീയ ജൂനിയർ ഹോക്കി താരവുമായ K നിയാസ് എന്നിവർ സംസാരിച്ചു. കോളേജ് കായിക വിഭാഗം മേധാവി T അർജുൻ നന്ദി പറഞ്ഞു. ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 13 പോയിന്റ് നേടി വയനാട് ജില്ല ജേതാക്കളായി. 12 പോയിന്റുമായി പാലക്കാട് ജില്ലയാണ് 2ാം സ്ഥാനത്ത്. പെരുമ്പാവൂരിൽ വെച്ച് നടന്ന സംസ്ഥാന
ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 13 പോയിന്റ് നേടി വയനാട് ജില്ല ജേതാക്കളായി. 12 പോയിന്റുമായി പാലക്കാട് 2ാം സ്ഥാനവും 8 പോയിന്റുമായി തിരുവനന്തപുരം 3ാം സ്ഥാനവും നേടി. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ ട്രഷറർ ഡോക്ടർ ജോറിസ് പൗലോ സമ്മാനദാനം നടത്തി. സംസ്ഥാന സെക്രട്ടറി പി ഗോകുൽനാഥ് അധ്യക്ഷനായി. റീകവർ ആൺ വിഭാഗത്തിൽ വയനാടിന്റെ ഡിയോൺ പോൾ നവീൻ 1ാം സ്ഥാനത്തും കണ്ണൂരിന്റെ പി സായി കൃഷ്ണ 2ാം സ്ഥാനത്തും തിരുവനന്തപുരത്തിന്റെ ആറോൺ ടി തോമസ് 3ാമതുമെത്തി. റീകവർ പെൺ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ നിഹാര ബി ജോയ് 1ാം സ്ഥാനത്തും തൃശൂരിന്റെ ശാരദേന്ദു 2ാം സ്ഥാനത്തും തിരുവനന്തപുരത്തിന്റെ ആർദ്ര എസ് പ്രസാദ് 3ാമതുമെത്തി. കോമ്പൗണ്ട് പെൺ വിഭാഗത്തിൽ പാലക്കാടിന്റെ എം പി അരിക 1ാം സ്ഥാനത്തും ശിവാനി ശങ്കര ശർമ്മ 2ാമതും ആർ തന്മയ 3ാമതുമെത്തി. കോമ്പൗണ്ട് ആൺ വിഭാഗത്തിൽ അയാൻ കൃഷ്ണ 1ഉം ആരോൺ ഫ്രാങ്ക്ലിൻ, എ എസ് തരുൺകുമാർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. ഇന്ത്യൻ റൗണ്ട് പെൺ വിഭാഗത്തിൽ വയനാടിന്റെ അനന്യ 1ാം സ്ഥാനത്തും തിരുവനന്തപുരത്തിന്റെ എ ആർ അനന്യ 2ാമതും പാലക്കാടിന്റെ പി യദു 3ഉം സ്ഥാനത്തെത്തി. ഇന്ത്യൻ റൗണ്ട് ആൺ വിഭാഗത്തിൽ പാലക്കാടിന്റെ പി ധ്രുപദ് 1ാം സ്ഥാനത്തും വയനാടിന്റെ ക്രിസ്ത്യാനോ ഫ്രാൻസിസ് 2ാം സ്ഥാനത്തും തിരുവനന്തപുരത്തിന്റെ ആദിത്യൻ അനിൽ 3ാമതുമെത്തി. 2025 NDPയിൽ കഴിവ് തെളിയിച്ച കേരളത്തിന്റെ യുവതാരങ്ങളെ അഭിനന്ദിച്ച് കേരള അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് എസ് രാജീവ്. താരങ്ങളുടെ പരിശീലകരെയും മാതാപിതാക്കളെയും അദ്ദേഹം അഭിനന്ദിച്ചു. 2025 നാഷണൽ ടാലന്റ് പൂളിൽ വിവിധ ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച കേരളത്തിന്റെ യുവ നീന്തൽ താരങ്ങളെ അഭിനന്ദിച്ച് കേരള അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റും കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ എസ് രാജീവ്. അളകനന്ദ രാജു, ഹന്ന എലിസബത്ത്, ക്രിസ്റ്റീന സോജൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുമുള്ള താരങ്ങൾ. നാഷണൽ പ്രോഗ്രാം ഡയറക്ടറിന് കീഴിൽ ഇന്ത്യൻ നീന്തൽ താരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുവതാരങ്ങളുടെ പരിശീലകരായ സജികുമാർ, സന്ദീപ് സെജ്വാൾ എന്നിവരെയും എസ് രാജീവ് അഭിനന്ദിച്ചു. 2026 NDP ലിസ്റ്റിൽ കേരളത്തിൽ നിന്നും കൂടുതൽ യുവതാരങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും തൃശൂർ ജില്ലയിലെ കായിക അധ്യാപകരുടെയും സംയുക്ത യോഗം ഫെബ്രുവരി 26 ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ PM ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ മുഖ്യ അതിഥിയായി ദിനേശ് ബാബു പങ്കെടുത്തു. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോഫി മാത്യു, ജില്ലാ സെക്രട്ടറി KR സുരേഷ്, ജോയി വർഗീസ്, KR സാംബശിവൻ, അഖിൽ അനിരുദ്ധൻ, VC വിനോദ്, KL മഹേഷ്, ടിറ്റോ വിജയകുമാർ, സന്ദീപ് ലാൽ എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകർക്ക് വേണ്ടി കായിക മൈതാനങ്ങളിലെ സ്പോർട്സ് ഇഞ്ചുറിയെക്കുറിച്ച് തൃശൂർ ദയ ആശുപത്രിയിലെ സ്പോർട്സ് സർജറി വിദഗ്ധൻ ഡോക്ടർ പ്രകാശ് K ജോർജ് ക്ലാസ് എടുത്തു. കൊല്ലം ജില്ലയിൽ കായിക അധ്യാപകരുടെ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ഒളിമ്പിക് യൂട്യൂബ് ചാനൽ ഫ്രീ ലക്കി കൂപ്പൺ വിതരണം അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ റവന്യൂ ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാറിന് നൽകി ഉദ്ഘാടനം ചെയ്തു. 73ാമത് ഓൾ ഇന്ത്യ പോലീസ് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറാൾ കിരീടം കരസ്ഥമാക്കി കേരള പോലീസ് ടീം. പുരുഷ വിഭാഗത്തിൽ ബെസ്റ്റ് സ്വിമ്മറായി സജൻ പ്രകാശും വനിതാ വിഭാഗത്തിൽ ബെസ്റ്റ് സ്വിമ്മറായി ജോമി ജോർജും തിളങ്ങി. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുവരെ നമസ്കാരം.